ലാസ്റ്റ് വണ്ണം ഒരു ഗ്യാദറിംഗ് ഫോട്ടോ തന്നെയാണ്. ഇതിവിടെ ഇങ്ങനെ കട്ട് വരുന്ന മോഡൽ ഒരു ഫോട്ടോ ആണ് കേട്ടോ. P5 ആണ് ഇതിന്റെ നമ്പർ വരുന്നത്. ഇതിന് 80 റുപ്പീസ് ആണ് റേറ്റ് വരുന്നത്. നിങ്ങൾ ഈ ഫ്രൂട്ട്സ് വാങ്ങിക്കുകയാണെങ്കിൽ പറ്റുന്നത് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കായിരിക്കും നല്ലത്. കാരണം ഓൺലൈനിൽ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ സൈറ്റിലും ഭയങ്കരമായിട്ട് റേറ്റ് കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കോട്ട് ചെയ്തതിന് ശേഷം മറ്റേ കോട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ടെൻഷൻ നോർമൽ ഇഷ്ടമാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല അടുത്തടുത്തായിട്ടുള്ള ഗ്യാദേഴ്സ് വന്നിട്ടുണ്ട്. ഈ ടെൻഷൻ ടൈറ്റ് ചെയ്തിട്ടും സ്റ്റിച്ച് ലെങ്ത് മാക്സിമത്തിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മെറ്റീരിയൽ ജസ്റ്റ് ഇങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്താൽ മതി, അധികം ടൈറ്റ് ചെയ്ത് പിടിക്കരുത്. അങ്ങനെ ഈ ഒരു കൂട്ട് വെച്ചിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഗ്യാദേഴ്സ് ഇടാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ നെറ്റിന്റെ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. ഇതിലെങ്ങനെയാണ് ഗ്യാദേഴ്സ് വരുന്നത് നോക്കാം. അങ്ങനെ ഇതാ നെറ്റിന്റെ ഫാബ്രിക്കിലും നല്ല അടിപൊളിയായിട്ടുള്ള ഗ്യാദേഴ്സ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ഫാബ്രിക് ഗ്യാദേഴ്സ് ആയിട്ടും മറ്റൊരു ഫാബ്രിക് നോർമൽ ആയിട്ടും എങ്ങനെയാണ് ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാം. നമുക്ക് ഗ്യാദേഴ്സ് വേണ്ട ഫാബ്രിക് ഇതുപോലെ കൂട്ടിന്റെ താഴെയായിട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിന്റെ കൂടെ സ്ട്രൈറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന ഫാബ്രിക് എടുത്തിട്ടുണ്ട്. രണ്ട് ഫാബ്രിക്കിന്റെയും നല്ല സൈഡുകൾ ഒന്നിച്ച് വെച്ചിട്ടാണ് ഉള്ളത്. ഈ പൈപ്പിന്റെ ഇവിടെ ഒരു കട്ട് ഉണ്ടായിരുന്നു. അതിനുള്ളിലേക്ക് ഈ ഫാബ്രിക് ഇതുപോലെ ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കണം. ഈ രണ്ട് ഫാബ്രിക്കും തമ്മിൽ ഒരു 1/4 ഇഞ്ചിന്റെ ഗ്യാപ്പ് ഉണ്ടാവും. അത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വളരെ സ്ലോ ആയിട്ട് ശ്രദ്ധിച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ. സ്പീഡിൽ സ്റ്റിച്ച് ചെയ്ത് പോകരുത്. അങ്ങനെ രണ്ട് പീസും ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത മെറ്റീരിയലിന്റെ വളരെ അറ്റത്തോടെയാണ് സ്റ്റിച്ച് വന്നിട്ടുള്ളത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് താഴ്ത്തിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അത് വിട്ടുപോരും. ഈ ഒരു ഫാബ്രിക് നിവർത്തിയപ്പോൾ ഇതുപോലെ താഴെ ഭാഗത്ത് ബീഡ്സ് ആയിട്ടും മുകളിൽ സ്ട്രൈറ്റ് ആയിട്ടും ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു മെത്തേഡ് അത്ര പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതല്ല, കുറച്ച് ടൈം ഒക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാമെന്ന് നിങ്ങൾ ജസ്റ്റ് കാണിച്ചതാണ്.